ചില താരങ്ങളെ മലയാളികൾക്ക് ഒരിക്കലും തന്നെ മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതാ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മലയാള സിനിമാ ലോകത്ത് നിന്ന് പ്രേക്ഷകരെ തേടി എത്തിയിരിക്കുന്നത്. രസികൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരമാണ് ഹരിമുരളി. ബാലതാരമായി വന്ന് വളരെയധികം സ്കോർ ചെയ്ത ഒരു താരം തന്നെയായിരുന്നു രസികൻ സിനിമയിൽ ഹരിമുരളി ചെയ്തിരുന്ന കഥാപാത്രം. രസികൻ സിനിമയിൽ ദിലീപിൻ്റെ സഹോദരി പുത്രനായി എത്തിയ താരമായിരുന്നു ഹരിമുരളി. രസികൻ സിനിമയിൽ ശിവമാമൻ്റെയും സഹോദരിയുടെ മകനുമായ ഹരിമുരളിയുടെയും കഥാപാത്രം വളരെയധികം ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയായിരുന്നു. ഇവരുടെ കോമ്പയിൽ ഒട്ടനേകം ചിരിപ്പിക്കാനും രസിക്കാനുമുള്ള ഒട്ടനേകം സീനുകൾ സിനിമയിൽ ഉണ്ടായിരുന്നു. വളരെയധികം എല്ലാവരെയും സന്തോഷിപ്പിച്ച ഒരു താരം തന്നെയായിരുന്നു ഹരിമുരളി. ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു താരമായിരുന്നു ഹരിമുരളി. രസികൻ എന്ന സിനിമയിൽ ചെയ്തിരുന്നത് നീന കുറുപ്പിൻ്റെയും സലീം കുമാറിൻ്റെയും മകനായി വേഷമിട്ടാണ് രസികൻ സിനിമയിൽ ഹരിമുരളി എത്തിയിരുന്നത്. വളരെയധികം ശ്രദ്ധ നേടിയൊരു ബാലതാരം തന്നെയായിരുന്നു ഹരിമുരളി. അതിനുശേഷം പിന്നീട് മാടമ്പി എന്ന സിനിമയിലും അണ്ണത്തമ്പി എന്ന സിനിമയിൽ സിദ്ദിഖിൻ്റെ ചെറുപ്പകാലമായി അഭിനയിച്ചിരുന്നത് ഹരിമുരളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ സീരിയൽ രംഗത്ത് നിന്ന് ഹരിമുരളി ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുകയായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്താണ് പണ്ട് ഹരിമുരളി അഭിനയിച്ചിരുന്ന ഗോപിക അനിലിൻ്റെ അനിയത്തി കീർത്തന അനിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീരിയൽ എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വളരെയധികം വൈറലായി ചില രംഗങ്ങൾ ചെയ്ത് വീണ്ടും അത് നിലവിൽ വന്നതും ഇപ്പോൾ ഈ താരങ്ങൾ എവിടെയാണ് എന്നുള്ള ചോദ്യവുമായി എല്ലാവരും അതിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. ഹരിമുരളിയും കീർത്തനാനിലും ചേർന്ന് ചെയ്ത എടാ അപ്പു നിന്നെ അവൾ അടിച്ചോടാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രംഗമായിരുന്നു സീരിയലിൽ നിന്ന് വൈറലായി വന്നത്. തുടർന്ന് ഇവർ അഭിനയിച്ചിരുന്ന 4 പേരെയും പല ചാനലിലും ഇൻ്റർവ്യൂവുമായി ഇവരെത്തിയിരുന്നു. അപ്പോഴാണ് ഹരിമുരളിയെ ഇപ്പോഴത്തെ രൂപം എല്ലാവരും കാണുന്നത്. കുഞ്ഞുനാളിലിരുന്ന അതേപോലെ തന്നെയാണ് ഹരിമുരളി ഇപ്പോഴും ഇരിക്കുന്നത്. അതേ ഓമനത്വമുള്ള മുഖവുമായാണ് ഹരിമുരളി എത്തിയിരുന്നത്. എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ളൊരു താരമാണ്. രസികൻ സിനിമയിലൂടെ എന്നും എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഹരിമുരളി അതിൽ ചെയ്തിരുന്നത്. ദിലീപും ഹരിമുരളിയുമായിട്ടുള്ള കോംബോ വളരെയധികം രസിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഹരിമുരളി തൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. സിനിമയിൽ താരമായി തിളങ്ങിയ ഹരിമുരളിയെ വീട്ടിൽ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പയ്യന്നൂരിലെ വീട്ടിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രസികൻ, അണ്ണത്തമ്പി, മാടമ്പി തുടർന്ന് 50ഓളം സിനിമയാണ് ഹരിമുരളി ചെയ്തിരുന്നത്. ബാലതാരമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താരം. അതോടൊപ്പം VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്തു വരികയാണ്. എന്താണ് മരണത്തിന് പിന്നിലുള്ള കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തുതന്നെയായാലും സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇന്നിപ്പോൾ സിനിമാ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രേക്ഷകരൊക്കെ ഈ കുഞ്ഞുമകൻ എന്ത് പറ്റി എന്ന ചോദ്യവുമായി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. എന്തുതന്നെയായാലും എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഹരിമുരളിക്ക് ആദരാഞ്ജലികൾ നേരുന്നു.